ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ വന്ദേ മാതരം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലപിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുമ്പ് ആലപിച്ച 2 ഖണ്ഡികയാണ് ഞങ്ങൾ. ഇല്ല, അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ അന്വേഷിക്കാം. ഞാൻ മാധ്യമ വാർത്ത മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, ശബരിമലയിലൊന്നും ഷൂട്ടിങ് അനുവദിക്കില്ല. ശബരിമലയിൽ സിനിമ ഷൂട്ടിങ് അനുവദിക്കില്ല. അത് ഭക്തിപരമായിട്ടുള്ള സിനിമകളാണ്. ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പുരാണ സിനിമകൾക്ക് മാത്രമേ അനുവാദം കൊടുക്കാറുള്ളൂ. പൊതു സിനിമകൾ അനുവദിക്കാറില്ല. ക്ഷേത്രങ്ങൾ അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല. അത് ഗവൺമെൻറ് നയമാണ്. സിനിമകൾ ക്ഷേത്രവുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താ പറയേണ്ടത്, സാധാരണ രീതിയിലുള്ള സിനിമകൾക്ക് അനുവാദമില്ല. പുരാണങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വീണ്ടും ഉദ്ദേശപരമായിട്ടുള്ള പരാമർശമാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വന്ദേമാതര വിവാദവുമായി ബന്ധപ്പെട്ട് അത് ആലപിക്കാത്തവർ, അത് വളരെ മോശമായിട്ടുള്ള ഒരു അമ്മയില്ലാത്തവരാണ്. അങ്ങനത്തെ അത്തരം പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാൾ ഇപ്പോഴും വൈസ് ചാൻസലർ പദവി. അല്ല, അദ്ദേഹമൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വന്ദേ മാതരം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലപിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുമ്പ് ആലപിച്ച 2 ഖണ്ഡികയാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിയമം ആയ സ്ഥിതിക്ക് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. അല്ല, നിയമം അത് തന്നെ നിയമമായിട്ടില്ല. അല്ല, രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിയമമാണ്. ഒരിക്കൽ അല്ല, അദ്ദേഹത്തിന് എല്ലാവരും മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലും മേലെയൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മന്ത്രിമാർ പറയേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ശക്തമായിട്ട് അപലപിക്കുകയും ഇതൊന്നും ശരിയായ നടപടിയല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.